അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതവും എന്നാൽ 30 ലക്ഷം പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. عن عمر بن الخطاب رضي الله عنه أن رسول الله صلى الله عليه وسلم قال. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി തങ്ങൾ ഉണർത്തി, മൻ ദഖല സൂഖ, ഒരാൾ അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ, കതബല്ലാഹു ലഹു അൽഫി ഹസന, അവനിക്ക് അല്ലാഹു 10 ലക്ഷം നന്മകളെ അല്ലാഹു എഴുതപ്പെടും അവനിക്ക്. വമഹാ അൻഹു അൽഫി സയ്യ, 10 ലക്ഷം കുറ്റങ്ങളെ തിന്മകളെ അവന്റെ ഏടിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയും. വറഫഅ ലഹു അൽഫി ദറജ, 10 ലക്ഷം പദവിയിലേക്ക് അവനിക്ക് അല്ലാഹു ആഖിറത്തിൽ അള്ളാഹു അവനെ ഉയർത്തും. റവാഹു തുർമുദി ബിസ്നാദിൻ ഹസൻ. അതുപോലെ ഇബ്നു മാജ, ഹാക്കിം എല്ലാം റിപ്പോർട്ട് ചെയ്ത ഇസ്നാദ് സഹീഹായ ഹദീസാണെന്ന് മഹാന്മാർ വിലയിരുത്തിയ വളരെ പ്രധാനപ്പെട്ട വളരെ ലളിതമായ ഒരു ദിക്റാണിത്. സാധാരണ മഗ്രിബിന്റെയും സുബ്ഹിയുടെ ശേഷം ചൊല്ലി വരാറുള്ള ആ ദിക്റിൽ കുറച്ചു കൂടുതലുള്ളത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ എന്ന ദിക്ർ കൂടുതലുണ്ട്. ബാക്കിയെല്ലാം മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ശേഷം നമ്മൾ ചൊല്ലി വരാറുള്ളതാണ്. ഈ ദിക്ർ അങ്ങാടിയിലെത്തിക്കഴിഞ്ഞാൽ ഒരാൾ ചൊല്ലിയാൽ, അല്ലെങ്കിൽ വിജനമായ ആരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ട് ഇത് ചൊല്ലിയാൽ 30 ലക്ഷം പ്രതിഫലം ഇതുവഴി ലഭിക്കുന്നു. യാത്രകളും അതുപോലെ അങ്ങാടികളിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരങ്ങൾ ആ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ട ഈ സാഹചര്യത്തിൽ, അതൊക്കെ ജീവിതത്തിന്റെ കൂടപ്പിറപ്പ് പോലെ ആയ ഈ സാഹചര്യത്തിൽ, അങ്ങാടിയിൽ പോകുമ്പോഴും അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ ഇത്തരം ഒരു ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയും ഓരോ സമയത്തും എത്ര തവണയാണ് നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നത് ആ സമയത്തൊക്കെ ഈ ലക്ഷങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന്റെ അർത്ഥം കൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് കൂട്ടുകാരില്ല, സർവ്വ അധികാരങ്ങളും അവന് മാത്രമാണ്, സർവ്വസ്തുതികളും അവന് മാത്രമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, അവൻ എന്നും ജീവിക്കുന്നവനാണ്, അവന് മരണമില്ല, എല്ലാ നന്മയും അവന്റെ പരിധിയിലാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.